ടെഹ്റാന്റെ ആകാശത്ത് സംഘർഷം കൂടുകയാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ആക്രമണം വളരെ ശക്തമാക്കുകയാണ് ഇരു രാജ്യങ്ങളും. അയൺ ഡോമിനെയും മറികടന്ന് ഇസ്രയേലിലേക്ക് ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകൾ എത്തിയെന്നാണ് വിവരങ്ങൾ. പശ്ചിമേഷ്യയിൽ പോരാട്ടം കടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചു എന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഒരു കരടിയും വേണ്ട ജൂതന്മാരെ തീർത്തുകളയാനാണ് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി എക്സിലെ കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. പോരാട്ടം ആരംഭിക്കുകയാണെന്നും ഇസ്രയേൽ ഭരണകൂടത്തിന് ഇനി ശക്തമായ മറുപടി നൽകണം എന്നാണ് എക്സിലെ തുടർ കുറിപ്പുകളിലൂടെ ഖമനേയി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം ആളിക്കത്തുന്നു. ഇസ്രയേൽ ലക്ഷ്യമിട്ട് ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെടുന്നു. ഓപ്പറേഷൻ ഓണസ്റ്റ് പ്രോമിസ് 3യുടെ 11ാം തരംഗമാണ് ഫത്ത 1 മിസൈലുകൾ ഉപയോഗിച്ച് നടപ്പാക്കുന്നത് എന്നാണ് ഇറാൻ നൽകുന്ന വിവരങ്ങൾ. 5ാം ദിവസത്തിനു ശേഷവും സംഘർഷത്തിന് അയവില്ലാതെ തുടരുകയാണ്. ഇതിനിടെ മാക്സർ ടെക്നോളജീസ് ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളിലെ നാശനഷ്ടങ്ങൾ ഇതിൽ വ്യക്തമാക്കുന്നു എന്നാണ് സൂചന. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ, അതായത് മാക് 5 സഞ്ചരിക്കാൻ കഴിവുള്ള ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഫത്ത എന്ന് അറിയപ്പെടുന്നത്. വിജയി എന്നർത്ഥം വരുന്ന ഫത്ത മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം എത്തിച്ചേരാനും ശത്രു രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ അതിശയകരമായ രീതിയിൽ മറികടക്കാനും ശേഷിയുള്ളവയാണ്. 2023 ജൂണിലാണ് ഇറാൻ ഫത്ത മിസൈലുകൾ പുറത്തിറക്കുന്നത്. 1400 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലുകൾക്ക് പലതരം പോർമുനകൾ വഹിക്കാൻ ശേഷിയുണ്ട്. ഇസ്രയേലിന്റെ ആരോ പോലുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തുളച്ചു കയറാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഫത്ത മിസൈലുകൾ. നൂതന കബളിപ്പിക്കൽ കഴിവുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംയോജനവും ഇതിനുണ്ട് എന്നാണ് ഇറാനിയൻ സർക്കാർ അവകാശപ്പെടുന്നത്. ഇതൊരു 2 സ്റ്റേജ് സോളിഡ് ഫ്യൂൽ മിസൈലാണ്. എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം കടുക്കാൻ ഫത്ത മിസൈലുകളും കാരണമാകുന്നു. ഇറാന്റെ ആയുധ ശേഖരത്തിൽ പലതരം ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലുതും വൈവിധ്യമാർന്നതുമായ മിസൈൽ ശേഖരമുള്ള രാജ്യമെന്ന ആ ഒരു ഖ്യാതി ഇറാനാണുള്ളത്. ഇതിൽ 20-ലധികം തരം ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ക്രൂയിസ് മിസൈലുകളുമുണ്ട്. ഷഹാബ് 1, ഷഹാബ് 2, ഖിയാം 1 ഫത്ത കുടുംബത്തിൽപ്പെട്ട മിസൈലുകൾ. ഹോർമുസ് സീരീസ്, ഷഹാബ് 3, ഗദർ 1110, സെജിൽ 2, ഖൊറാം ഷഹർ, ഖൈബർ ഷെക്കാൻ തുടങ്ങിയവ ഇറാന്റെ പ്രധാന മിസൈലുകളിൽ ചിലതാണ്. 2024 ഏപ്രിലിൽ നടത്തി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആക്രമണങ്ങളിൽ ഇറാൻ ഉപയോഗിച്ചത് ഫത്ത, ഗദർ, ഇമാദ് തുടങ്ങിയ മിസൈലുകളാണ് ഇസ്രയേലിനെതിരെ വിന്യസിച്ചിരുന്നത്. എന്തായാലും ഡ്രോണുകളുടെ ഒരു വലിയ നിര തന്നെയാണ് ഇസ്രയേലിലേക്ക് അയച്ചത് എന്ന് ഇറാൻ സേന പറയുന്നു. എന്നാൽ ചാവുകടൽ മേഖലയിൽ 2 ഡ്രോണുകളെ നിർവീര്യമാക്കിയതായി ഇസ്രയേൽ സൈന്യവും അറിയിച്ചു. ബുധനാഴ്ച പുലർച്ചെ ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ ലക്ഷ്യമിട്ട് പറക്കുകയാണ്. ഡിസ്ട്രിക്ട് 18 എന്നറിയപ്പെടുന്ന മേഖലയിൽ ഉള്ളവർ ഒഴിഞ്ഞു പോകണം എന്ന മുന്നറിയിപ്പ് സമൂഹ മാധ്യമങ്ങൾ വഴി അതിരാവിലെ ഇസ്രയേൽ സൈന്യം നൽകിയിരുന്നു. ടെഹ്റാനിലെ പിരൂസി, സബാലൻ, സയദ് മേഖലകളിൽ സ്ഫോടന ശബ്ദം കേട്ടതായിട്ടാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് ഇറാനിലും ഇസ്രയേലിലുമായി ഇപ്പോൾ നടക്കുന്നത്. ഖമനേയിയുടെ ഒളിത്താവളം കൃത്യമായി അറിയാമെന്നും ഇപ്പോൾ കൊല്ലാതെ വിടുന്നു എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. നിരുപാധികം ഇറാൻ കീഴടങ്ങണമെന്നും ക്ഷമ നേർത്തുവരികയാണെന്നും ട്രംപ് കുറിച്ചിരുന്നു. 1989 അധികാരത്തിലെത്തിയതിനു പിന്നാലെ ഇറാൻ സൈന്യത്തെയും രാജ്യത്തെ പ്രധാന പദവികളും കൈകാര്യം ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും ഖമനേയി ആയിരുന്നു. അതേസമയം വിശ്വസ്തരെല്ലാം ഖമനേയിയെ കൈവിട്ടു എന്നും അടുപ്പക്കാരെ ഇസ്രയേൽ തിരഞ്ഞുപിടിച്ച് വധിച്ചതോടെ ഖമനേയിൽ നിന്നും അധികാരം കൈവിടുകയാണ് എന്നും ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സലാമി അപ്രതീക്ഷിതമായി കൊല്ലപ്പെട്ടത് ഖമനേയിക്ക് വൻ ആഘാതമാണ് നൽകിയത് എന്നും വലിയ ശൂന്യത സൈന്യത്തിലുണ്ട് എന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിൽ ഇതുവരെ 585 പേർ കൊല്ലപ്പെട്ടു എന്നും 1326 പേർക്ക് പരിക്കേറ്റു എന്നും മനുഷ്യാവകാശ സംഘടനകളെ ഉദ്ധരിച്ച് രാജ്യാന്തര വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്യുന്നു. വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണ് കൊല്ലപ്പെട്ടവരിൽ 239 പേർ സാധാരണക്കാരാണെന്നും 126 പേർ സുരക്ഷാ ഉദ്യോഗസ്ഥരാണെന്നും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനിൽ മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്ന് 2022 പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പുറത്തു കൊണ്ടുവന്നതും ഇതേ സംഘടനയാണ് എന്നത് ശ്രദ്ധേയം. അതിനിടെ സംഘർഷത്തിന്റെ യഥാർത്ഥ പര്യവസാനം വേണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നു. ക്ഷമ നശിക്കുകയാണ്, നിരുപാധികം കീഴടങ്ങണം എന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഖമനേയിയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഖമനേയിയെ വധിച്ചാൽ പ്രതിസന്ധിക്ക് പരിഹാരമാകും എന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തിയത്. ഇറാന്റെ ആണവ മേഖലകളിലും ടെഹ്റാനിലുമായി ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 224 ഇറാൻ പൗരന്മാരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.